ഓക്കെ. അതെന്തെങ്കിലും ചെടീൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച സംഭവം ഉണ്ടല്ലോ ഉണ്ണിക്കുട്ടാ, ഈ 3 ഇരട്ടി വെള്ളം അച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ഇന്നെന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് അച്ഛൻ നല്ലൊരു വളം വ്യൂവേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓക്കെ. വളരെ സിമ്പിളായിട്ടും നമ്മുടെ വീടുകളിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇതെല്ലാം. ഓക്കെ. 2 ഐറ്റമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ പഴത്തൊലി. അത് നമ്മൾ മൈസൂർ പഴത്തിൻ്റെ ആവാം, അതെ, നമ്മുടെ എന്ത് പഴത്തിൻ്റെ ആയാലും പഴത്തൊലി ആയിരിക്കണം കേട്ടോ. പഴത്തൊലിയാണിത്. പിന്നെ അതൊന്ന് ശർക്കര കേട്ടോ. ഓക്കെ. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇതെന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇതിനെ ചെറിയ ചെറിയ പീസാക്കുന്നു. ചെറിയ പീസാക്കിയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന്, ഇത് ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനെ ചെറിയ പീസാക്കിയിട്ട് ഇതിനെയും ഈ ശർക്കരയും കൂട്ടിയിട്ട് നമ്മൾ ഒരു മഗ് വെള്ളത്തിൽ നമ്മൾ അവനെ ഇട്ട് വെക്കുന്നു. ഇട്ട് വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെടികൾക്ക് അപ്ലൈ ചെയ്യാം. താഴെ ഡൈല്യൂട്ട് ചെയ്യണം 1:3. അതായത് അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 കപ്പ് കൂടി വെള്ളം 1:3. അതായത് ഇതൊരു കപ്പ് ഉണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒഴിക്കുക കേട്ടോ. ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയേറെ. ഒന്നാമത് ഈ പഴത്തൊലിയിൽ അടയ്ക്കുന്ന പൊട്ടാസ്യം അല്ലേ, അതൊന്ന്. പിന്നെ ഈ ശർക്കര ഫെർമെന്റേഷൻ വളരെയധികം കൂട്ടും. ഷുഗർ ഐറ്റം ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂടുന്ന സമയത്തുണ്ടല്ലോ നല്ലൊരു ഗ്രോത്തും ഉണ്ടാവും, നല്ലൊരു ഉണർവും ഉണ്ടാവും. വേരുകൾക്കൊക്കെ നല്ലൊരു പുഷ്ടി ഉണ്ടാവും, നല്ല പെട്ടെന്ന് ഗ്രോത്തും കിട്ടും കേട്ടോ. അപ്പം എന്നാൽ അച്ഛൻ അങ്ങനെ ചെയ്യാൻ പോവാണ്. ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് ശർക്കരയും കൂടി ശർക്കര രണ്ടും കൂടി കൂട്ടിയിടുമ്പോഴാണ് ആ 3 ദിവസം കൊണ്ട് കറക്റ്റ് സമയം മെൽറ്റ് ചെയ്ത് ഇത് മെൽട്ടാവും. ഇതിൻ്റെ ജ്യൂസും അതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഫെർമെൻറ്റേഷൻ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ നമുക്ക് താഴത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല ഗ്രോത്ത് കിട്ടും കേട്ടോ. മെയിനായിട്ട് പുഷ്പങ്ങളുണ്ട്, അതായത് പുഷ്പിക്കും. അപ്പോൾ പച്ചക്കറികൾക്കും ആവാം, നമ്മൾ റോസ് ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. എന്തിൻ്റെ ബേസാണ്? പൂവാണല്ലോ. ഇപ്പോൾ സപ്പോസ് നമ്മൾ എന്താണ് കൈപ്പയുടെ ചോടെ, പയറിൻ്റെ ചോടെ, ഇതെല്ലാം പൂവുണ്ടായിട്ട് വേണം കായാവാൻ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് പൂക്കൾക്ക് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. പൂക്കളുണ്ടായോ അതിന് പുറകെ കായ ഉണ്ടാവും അല്ലേ. ഓക്കെ. അപ്പോൾ അച്ഛനത് അത് കാണിച്ചു കൊടുത്തോളൂ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവം ഫെർമെൻ്റ് ആയിക്കോളും കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അച്ഛൻ. ഓക്കെ. അപ്പോൾ അച്ഛൻ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു, ശർക്കര ഇട്ട് കഴിഞ്ഞു. അച്ഛൻ ഒരു മഗ് വെള്ളം കൊണ്ടുവരാം. ഓക്കെ. അതിൽ ഇട്ടാ കേട്ടോ. ഓക്കെ. അപ്പം ഇത് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ അതിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പോൾ അച്ഛൻ നമുക്ക് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ഇതിലോട്ട് അച്ഛൻ ആദ്യം ഫസ്റ്റ് ശർക്കര ഇടുന്നു. ഓക്കെ. ശർക്കര അവിടെ കിടന്നോട്ടെ കേട്ടോ. അതിൽ കിടക്കട്ടെ. അപ്പോൾ 3 ഡേയ്സ് കൊണ്ട് എന്താ വേണ്ട, ഒരു 1 hour കൊണ്ട് തന്നെ അവൻ മെൽറ്റ് ആയിക്കോളും. ഓക്കെ. പിന്നെ അതിന് പുറമെ അച്ഛൻ കട്ട് ചെയ്ത് വെച്ചാൽ പഴത്തൊലി ഇടുന്നു കേട്ടോ. പഴത്തൊലി കൂടുതൽ കിട്ടി വെച്ചാൽ കൂടുതൽ ഇടാം, അതൊന്നും കുഴപ്പമില്ല. ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ മാത്രമല്ല, ഇത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി കേട്ടോ. ശർക്കരയുടെയും തൊലിൻ്റെയും അളവ് കൂട്ടിയ കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ സംഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 3 days ഇത് വെള്ളത്തിലിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് സ്പ്രേ ചെയ്യുക. സ്പ്രേ അല്ല, അപ്പോൾ അത് കാണിച്ചു തരാം ഞങ്ങൾ. ഓക്കെ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുകയാണ്, അത് ഫിൽറ്റർ ചെയ്യാൻ പോകാം അല്ലേ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെയ്താൽ മതി, കാരണം അടിയിൽ ഒഴിച്ചാൽ സ്പ്രേ ചെയ്യാനുള്ളതല്ലോ. അതെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കി നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെടികൾ താഴെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ കേട്ടോ. ഓക്കെ. അതെന്തെങ്കിലും ചെടീൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഒരു ഓക്കെ. അപ്പോൾ ഇനി ഇത് നമ്മൾ എത്ര 3 ഇരട്ടി വെള്ളം, ഇതിലൊരു 1:3 ആണ് പറയുന്നത്. 1:3. ഓക്കെ. ഇനി അത് ചെടീൻ്റെ ചോട്ടിൽ ഒഴിക്കാൻ പോകണോ?